ഉൾപ്പെടെ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. ജിമ്മിൽ വ്യായാമത്തിന് പോകുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ബ്ലെസൻ വർഗീസ്, സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ്, രാജഗിരി ഹോസ്പിറ്റൽ, കൊച്ചി. നോ യുവർ നമ്പേഴ്സ്. പ്രധാനമായിട്ടും യുവർ ബ്ലഡ് പ്രഷർ, ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ, ബ്ലഡ് ഷുഗർ ലെവൽ, വെയിറ്റ് ആൻഡ് BMI. ഇതിൽ എന്തെങ്കിലും അബ്നോർമൽ ആണെങ്കിൽ യു ബിലോങ് ടു എ ഹൈ റിസ്ക് കാറ്റഗറി, ഒരു സാധാരണ റിസ്കിനേക്കാളും കൂടുതലാണ്. നോ യുവർ സിംറ്റംസ്. സോ യു ഹാവ് ടു ലിസൺ ടു യുവർ ഹാർട്ട്. ഇഫ് ദർ ഈസ് എനി വാർണിംഗ് സൈൻസ്, ഒരു സാധാരണ എക്സസൈസ് ചെയ്യുമ്പോൾ പോലും ശ്വാസം മുട്ടൽ തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നെഞ്ചിൻ്റെ നടുഭാഗത്ത് ഒരു പിടുത്തം അല്ലെങ്കിൽ ഒരു വേദന തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇടിപ്പ് കൂടുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഒരു വാർണിംഗ് സൈനാണ്. ആർ യു ഫ്രം എ ഹൈ റിസ്ക് ഫാമിലി? നിങ്ങളുടെ ഫാമിലിയിൽ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിൽ, അതായത് മാതാപിതാക്കളോ അല്ലെങ്കിൽ സഹോദരങ്ങളിലോ ഏർലി ഏജസിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സഡൻ കാർഡിയാക് ഡെത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതൊരു വാർണിംഗ് സൈനാണ്. ഡു യു ഹാവ് എനി അഡിക്ഷൻസ്? അമിതമായിട്ട് മദ്യപിക്കുകയോ അല്ലെങ്കിൽ പുകവലിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നവരാണെങ്കിൽ യു ബിലോങ് ടു ഹൈ റിസ്ക് ഗ്രൂപ്പ്. ആർ യു ഗെറ്റിംഗ് ഇനഫ് സ്ലീപ്പ് ആൻഡ് റിലാക്സേഷൻ? അത് വളരെ പ്രധാനമാണ്. നമ്മൾ എക്സസൈസ് മാത്രമല്ല, നമുക്ക് ആവശ്യത്തിന് ഉറക്കവും റിലാക്സേഷനും ഉണ്ടെങ്കിൽ മാത്രമേ എക്സസൈസ് കൊണ്ട് നമുക്ക് ഗുണം വരുന്നുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും അബ്നോർമൽ ആണെങ്കിൽ നിങ്ങളൊരു ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് അല്ലെങ്കിൽ എക്സസൈസിന് പോകുന്നതിന് മുമ്പ് ഒരു കാർഡിയോളജി ചെക്കപ്പിന് വിധേയനാകേണ്ടത് ആവശ്യമാണ്. അതിൽ പ്രധാനമായിട്ടും എക്കോ കാർഡിയോഗ്രാം, ട്രെഡ്മിൽ ടെസ്റ്റ്, ഇത് രണ്ടുമാണ് ഒരു ഹാർട്ട് ഹെൽത്തിനെ അസസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ട്രെഡ്മിൽ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ CT കാൽസ്യം സ്കോറിങ്ങും ഈക്വലി നമ്മൾ ഇന്ന് സജസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ടെസ്റ്റാണ്. എല്ലാ എക്സസൈസുകളും ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ആവശ്യമില്ല. എന്നാൽ മുമ്പേ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അബ്നോർമൽ ആണെങ്കിൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ്ങിന്, ഒരു ഹൈ ഇൻറ്റൻസിറ്റിയിലുള്ള ഒരു ജിം വ്യായാമത്തിന് പോകുന്നതിന് മുമ്പ് ഈ ടെസ്റ്റുകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്.